മസാല ബോണ്ട് കേസിൽ നിലപാട് കടുപ്പിച്ച് ഇഡി. തോമസ് ഐസക് ഹാജരായേ മതിയാകൂ എന്ന് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. മസാല ബോണ്ട് ഇടപാടിലെ വിവരങ്ങൾ അറിയാവുന്ന ആളാണ് ഐസക് എന്നും അന്യഗ്രഹ ജീവിയൊന്നുമല്ലെന്നും ഇഡി കോടതിയിൽ പറഞ്ഞു. അതേസമയം ഹാജരാകാമെന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചു. സിഇഒയ്ക്ക് പകരം DGM അജോഷ് കൃഷ്ണകുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഈ മാസം 27, 28 തീയതികളിൽ ഇഡി ഓഫീസിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മസാല ബോണ്ട് കേസിൽ ഇഡി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിൽ ഫിനാൻസ് DGM ആയിട്ടുള്ള അജോഷ് കൃഷ്ണകുമാർ ഹാജരാകുമെന്നാണ് കിഫ്ബി ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഈ മാസം 27, 28 തീയതികളിൽ ഇഡിക്ക് മുന്നിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഹാജരാകാനായിട്ട് ഒരു ഇടക്കാല ഉത്തരവ് നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അറസ്റ്റ് ഉണ്ടാകരുതെന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഈ ഹർജികൾ കിഫ്ബിയുടെ ഒപ്പം തന്നെ തോമസ് ഐസക്കിന്റെ ഹർജികൾ പരിഗണിച്ച വേളയിൽ തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല ഈ സമൻസ് അയച്ചിട്ടുള്ളത്. മാത്രമല്ല, രേഖകളൊക്കെ തന്നെ ഈ കിഫ്ബിയുടെ ഭാഗത്താണുള്ളത്, തനിക്കൊന്നും നൽകാനില്ല എന്നുള്ള ഒരു നിലപാടാണ് തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. പക്ഷേ ഈ പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇഡി നടത്തുന്നത്. വിവരങ്ങൾക്ക് മറുപടി നൽകുകയല്ലേ വേണ്ടത്. മാത്രവുമല്ല, ഈ അറിയില്ല എങ്കിൽ ആ വിവരങ്ങൾ അറിയില്ല എന്നുള്ളൊരു മറുപടി നൽകാമല്ലോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തോമസ് ഐസക്കിന്റെ അഭിഭാഷകരോട് ചോദിച്ചു. കിഫ്ബി പക്ഷേ വ്യക്തമാക്കിയത് CEO ഹാജരാകത്തില്ല, മറിച്ച് ഫിനാൻസ് DGM ആയിട്ടുള്ള അജോഷ് കൃഷ്ണകുമാർ ഹാജരാകാം. ഇക്കാര്യത്തിൽ ഒരു പകർപ്പുകൾ കൊടുക്കുന്നതിലാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ഈ പകർപ്പുകൾ എന്ന് പറയുമ്പോൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളായിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഫയലിംഗ് ആണ്. അതുകൊണ്ട് അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കിഫ്ബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. തുടർന്ന് തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചില്ല, മറിച്ച് കിഫ്ബിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത് തോമസ് ഐസക്ക് എന്തായാലും ഹാജരായേ മതിയാകൂ. സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് തോമസ് ഐസക്ക്. മസാല ബോണ്ട് ഇടപാടിൽ അതിന്റെ ഫണ്ടുകൾ വിനിയോഗിച്ചതിൽ നിയമവിരുദ്ധതയുണ്ട്. ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധമാണ് ഫണ്ടുകൾ വിനിയോഗിച്ചത്. മാത്രമല്ല, അന്യഗ്രഹ ജീവിയൊന്നുമല്ല തോമസ് ഐസക്ക്. ഈ വിഷയങ്ങളൊക്കെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്ക് ഹാജരായേ മതിയാകൂ എന്നുള്ള കർശന നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. എന്തായാലും കിഫ്ബി ഹാജരാകുമെന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്തായാലും ഈ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ അത് വീഡിയോയിൽ പകർത്തണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരു ഹർജികളും ഹൈക്കോടതി മാർച്ച് 7 മാറ്റിയിട്ടുണ്ട്. ഇഡിയുടെ റിപ്പോർട്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കിഫ്ബി സിഇഒയെ കിഫ്ബി സിഇഒയ്ക്ക് ഹാജരായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചെങ്കിലും CEO ഹാജരാകേണ്ട എന്നുള്ളൊരു നിലപാടാണ് കിഫ്ബി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ തോമസ് ഐസക്കിന്റെ ഹർജിയിൽ മാർച്ച് 7 വിശദമായിട്ട് ഹൈക്കോടതി വാദം കേൾക്കുക. എന്തായാലും കിഫ്ബി സിഇഒക്ക് പകരം DGM ആയിട്ടുള്ള അജോഷ് കൃഷ്ണകുമാർ 27, 28 തീയതികളിൽ ഇഡി ഓഫീസിൽ ഹാജരാകും. ശരി, ഏതായാലും മസാല ബോണ്ട് കേസിൽ നിലപാട് ഇഡി കടുപ്പിച്ചിരിക്കുകയാണ്. തോമസ് ഐസക് ഹാജരായേ മതിയാകൂ എന്ന് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും.